നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണം. എല്ലാ ദിവസവും തിരുവോണ ദിവസം പോലെ നമുക്ക് 365 ദിവസവും നമുക്ക് തിരുവോണ ദിനത്തിലെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. മലയാളികൾ മുഴുവൻ 100% പേരും ബുദ്ധിമാന്മാരാണ്. ഓക്കെ, പക്ഷേ ആ ബുദ്ധി നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: 365 ദിവസവും മാത്രമല്ല, ജീവിതകാലം മുഴുവൻ തിരുവോണ ദിവസം പോലെ സമ്പൽ സമൃദ്ധമായി നമുക്ക് ജീവിക്കാൻ കഴിയുമോ? എല്ലാവർക്കും, കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ 824 കോടി ജനങ്ങളും സമ്പൽ സമൃദ്ധമായി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ഒരിക്കലും നടക്കത്തില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ കാലം മാറുകയാണ്. ഓരോ നിമിഷവും ലോകം മാറി മറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ബുധനാഴ്ച മറ്റോ ഇന്ത്യയുടെ മേലിൽ ഈ താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്ക, അത് പക്ഷേ അവിടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ അമേരിക്ക വളരെയധികം പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഇതുപോലെ അതുമാത്രമല്ല, ഇന്ത്യ തകരാൻ പോകുന്നു എന്നൊരു സൂചന നൽകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞു. അങ്ങനെ നിമിഷം തോറും ഓരോ സെക്കൻഡിലും കാര്യങ്ങളെല്ലാം മാറി മറിയാണ്. അതിദ്രുതം ലോകം ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാം ചേഞ്ച് ചെയ്യണം. നമുക്കെല്ലാവർക്കും എനിക്കുൾപ്പെടെ ഏറ്റവും പുതിയ മോഡൽ കാറ് വേണം, വീട് വേണം, വസ്ത്രം വേണം, എല്ലാം പുതിയത് വേണം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ പോലും എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലൊക്കെ വേണം. പക്ഷേ നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ സാമൂഹ്യ വ്യവസ്ഥിതി, അത് പുതിയത് വേണമെന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക്, മലയാളികൾക്ക് ഒരു പുതിയ ചിന്താ പദ്ധതി, ഒരു പുതിയ പുതിയ ചിന്തയുടെ ഒരു വഴിത്താര ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. തിരുവോണ ദിവസം പോലെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതകാലം മുഴുക്കെ നമുക്ക് ശരിക്കും ആഹ്ലാദപൂർവ്വം, ഇപ്പോൾ കേരളത്തിലെങ്ങും മലയാളികൾ ഉള്ളിടത്തെല്ലാം ആഹ്ലാദങ്ങൾ നിറഞ്ഞു പൊന്തുകയാണ്. ആ ആവേശം, ആ ആഹ്ലാദം, ആ സന്തോഷം, ആ പരമാനന്ദം നമുക്ക് നിലനിർത്താൻ, ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ നമുക്ക് കഴിയുമോ? കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ച് തന്ന പ്രകൃതി സമ്പത്ത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ ഭൂമിയിൽ നമ്മുടെ മനുഷ്യവംശം എന്നും നൂറ്റാണ്ടുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദാരിദ്ര്യം സമ്പൂർണമായും ശാശ്വതമായും പരിഹരിച്ച് മാറ്റി സമ്പൽ സമൃദ്ധിയുടെ പൊന്നോണ നാടുകൾ 365 ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് പറ്റും. അത് എന്നേക്കാൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരാശയമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 2000-ലധികം സാമ്പത്തിക വിദഗ്ധരെ അംഗീകരിച്ചിട്ട് പോലും ഭൂരിപക്ഷം പേരും അത് എന്താണെന്നൊന്ന് കേൾക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു പരാതി എനിക്കുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഇതിനെ എൻ്റെ ആശയങ്ങളെ തള്ളിപ്പറയുന്ന ആൾക്കാരുമുണ്ട്. അവരാരും തന്നെ, ഈ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും ഞാൻ പറയാൻ പോകുന്ന ആശയത്തിൻ്റെ അനന്തമായ സാധ്യതകൾ, ഘനഗംഭീരമായ സാധ്യതകൾ, നേട്ടങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് ഭൂരിപക്ഷം പേരും എൻ്റെ ആശയങ്ങളെ തള്ളിക്കളയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ലോകത്തിൻ്റെ GDP,
അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉദാഹരണത്തിന് ഇന്ത്യയുടെ GDP വർധനവിൻ്റെ ശതമാനം അറൗണ്ട് 5% മറ്റോ ആണ്. ഓക്കെ, ഇത് മിനിമം 50% മുതൽ 500% വരെ ഉയർത്താം എന്ന്, അതും വെറും 100 ദിവസം കൊണ്ട്, അതും ₹1 ചെലവില്ലാതെ. നിങ്ങൾ പറയും, ഓ ഇത് നടക്കത്തില്ല, നിങ്ങൾ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും. പക്ഷേ മുഴുവൻ കേൾക്കൂ. അതായത് പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നിക്കൽ എക്യുപ്മെൻസും ടെക്നോളജി മാൻ പവറും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ സാധ്യമാണ്. നമ്മൾ ഈ തിയറികൾ മുഴുവൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചിന്തിക്കുക. ലോകത്ത് ഇപ്പോൾ വീട് കെട്ടുന്ന കാര്യം തന്നെ, വീട് കെട്ടാനുള്ള മെറ്റീരിയൽസും ടെക്നോളജിയും മാൻ പവറും എല്ലാം ഉണ്ട്. എന്താണ് തടസ്സം? പണമാണ്. അതായത് ദ പ്രസൻറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റം, അതാണ് തടസ്സം. സഖാവ് പിണറായി ഒരിക്കൽ പറഞ്ഞു, ഗവൺമെൻറ്റിന് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ല, ഫണ്ടില്ല. അപ്പോൾ നമുക്ക് വീട് കെട്ടാനും ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവർക്കും നല്ല വീട്, നല്ല ആഹാരം, നല്ല വസ്ത്രം. അതായത് തിരുവോണ ദിവസത്തിൽ ഒരു മലയാളി, ശരാശരി മലയാളി എങ്ങനെ ജീവിക്കുന്നു അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനുള്ള പ്രകൃതി സമ്പത്തും ടെക്നോളജിയും മാൻ പവറും ഒക്കെ ഇവിടെ ഉണ്ട്. അത് പണത്തിൻ്റെ തടസ്സം കൊണ്ട് മാത്രം നമ്മൾ എത്രയോ, ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കൽ TV-യിൽ ഒരു മന്ത്രിയോട് സംസാരിക്കുന്നത് കേട്ടു. അതായത് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്. അതായത് അയാൾക്ക് പല ആശയങ്ങളുണ്ട്. ഒരു സയൻറ്റിസ്റ്റാണ് ആൾ. കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞതാണ്. അയാൾക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, പക്ഷേ അതൊന്നും റിസർച്ച് ചെയ്യാൻ അനുവാദം കിട്ടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ സിസ്റ്റത്തിൻ്റെ തരാറാണ്. ഇപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ കേരളത്തിലെ 90% മലയാളികളും കലാകാരന്മാരാണ്. ഏതെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടാത്ത മലയാളിയില്ല. എവിടെ ചെന്നാലും സംഗീതമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സംഗീതത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. കാരണം ജീവിതത്തിൻ്റെ ഓരോ പ്രത്യേക ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് രവീന്ദ്രൻ മാഷ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അദ്ദേഹം ഈ പറഞ്ഞ മലയാളത്തിലെ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സംഗീതജ്ഞന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ ദിവസം പട്ടിണി കിടന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിരുവോണ ദിവസം പട്ടിണി കിടന്ന കാര്യമുണ്ട്, അദ്ദേഹത്തിന് അനുഭവമുണ്ട്. അതുപോലെ തന്നെ മദ്രാസിലെ തെരുവുകളിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ പറയാം. എവിടൊക്കെ മദ്രാസ്, ചെന്നൈയിൽ, ആ സിറ്റിയിൽ എവിടൊക്കെ വാട്ടർ ടാപ്പ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കാരണം ആ വാട്ടർ ടാപ്പിൽ വെള്ളം കുടിച്ച് മാത്രം അദ്ദേഹം അവിടെ ജീവിച്ചിട്ടുണ്ട്. കാരണം നല്ല തൊഴിലില്ല, പണവരവില്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉത്രാടപ്പൂ നിലാവ് എന്നുള്ള പാട്ട് കേട്ടാണ്. ഓക്കെ, അതൊക്കെ അതിലും ബെറ്റർ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് കിട്ടുമായിരുന്നു ഇന്നത്തെ സിസ്റ്റം അല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ദ റിയൽ വില്ലൻ ഇസ് ദ സോഷ്യോ എക്കണോമിക് സിസ്റ്റം. ഉറപ്പിച്ച് പറയാം. എക്കണോമിസ്റ്റുകളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ നല്ല നാളെകളെക്കുറിച്ചാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടതോ നല്ല നാളെകളല്ല, നല്ല ഇന്നുകളാണ്. ആ നല്ല ഇന്നുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതായത് ₹1 ചെലവില്ലാതെ GDP വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം. വെറും 2 ദിവസം കൊണ്ട്
ലോകത്ത് 160 കോടി വീടുകൾ പണിയാം ഒരു രൂപ ചെലവില്ലാതെ. ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അടിസ്ഥാന സൗകര്യ വികസനവും വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ ഏറ്റവും നവീനമായ രീതിയിൽ സൃഷ്ടിച്ചെടുക്കാം. പുതിയ ആശയമാണ്. പക്ഷേ അത് ഇന്നോ ഇന്നലെ ഒന്നും തട്ടിക്കൂട്ടിയ സംഭവമൊന്നുമല്ല. 34 വർഷം നിരന്തരം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പരിഹാസങ്ങളൊക്കെ കേട്ട്, എന്നിട്ട് പോലും ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് മുമ്പോട്ട് വെച്ചപ്പോൾ ഈ 2013 അത് ഞാൻ അവതരിപ്പിക്കുന്നത്, പബ്ലിക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ നിരവധി സാമ്പത്തിക വിദഗ്ധർ അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ രൂപം എന്ന് പറയുമ്പോൾ വെറും ഒരു 16 പേജ് ലഘുലേഖ മാത്രമായിരുന്നു. എന്നിട്ട് പോലും അതിൻ്റെ പൊട്ടൻഷ്യൽ, ആ ആശയത്തിൻ്റെ കാലിബർ അത് മനസ്സിലായി തിരിച്ചറിഞ്ഞ നിരവധി സാമ്പത്തിക വിദഗ്ധർ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000-ലധികം സാമ്പത്തിക വിദഗ്ധർ അതിനെ പിന്തുണയ്ക്കുന്നു. കറൻസി രഹിത വ്യവസ്ഥ അത് യൂട്യൂബിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിൻ്റെ കറൻസി രഹിത വ്യവസ്ഥ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിലും അതിൻ്റെ നേട്ടങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കാരണം ഘനഗംഭീരവും അവിശ്വസനീയമായിട്ടുള്ള നേട്ടങ്ങളാണ് അതിനുള്ളത്. 2 ഞാൻ പറഞ്ഞു. ആ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അസംസ്കൃത വസ്തുക്കൾ വേണം. അതേസമയം കൃഷി വികസിപ്പിക്കാൻ കാര്യമായി ഈ അസംസ്കൃത വസ്തുക്കളൊന്നും വേണമെന്നില്ല. അത് നമുക്ക് എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമുള്ളതിൻ്റെ 5 ഇരട്ടിയിലധികം എന്ന് പറഞ്ഞാൽ 500% എന്നർത്ഥം GDP വർധന. ആ പ്രത്യേക പ്രോഡക്റ്റിൻ്റെ ആ സെക്ഷൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് 500% വരെ GDP വർധനമുണ്ടാക്കാം. 50% നിസ്സാരമായിട്ടുണ്ടാക്കാം GDP വർധന. അതായത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നമുക്ക് അതും വെറും 100 ദിവസം കൊണ്ട്. കാരണം മിക്കവാറും വിളകളെല്ലാം കൊയ്യുന്നത് ഏകദേശം 100 ദിവസം, ഏകദേശം 100 ദിവസം കൊണ്ടാണ്. ഓക്കെ, ആ 100 ദിവസം കൊണ്ട് നമുക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ 5 ഇരട്ടിയിലധികം ഉൽപ്പാദിപ്പിക്കാം 1 രൂപ ചെലവില്ലാതെ. അപ്പോൾ ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു കറൻസി രഹിത വ്യവസ്ഥയിലേക്ക്. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സാങ്കത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ശുഭദിനം, തിരുവോണ ആശംസകൾ. എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ സമ്പൽ സമൃദ്ധമായിട്ട് സംഘർഷരഹിതരായിട്ട്. നമുക്കറിയാം 65% കുടുംബങ്ങളും, മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ, അല്ലാതെ തീർച്ചയായിട്ടും അത് നമുക്ക് ഈ അനൗദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് 80%-ലധികമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പരിഹരിക്കാം. അങ്ങനെ പരിഹരിച്ച ഒരു സമ്പൽ സമൃദ്ധ സംഘർഷരഹിത സ്വർഗലോകത്തിൽ നമുക്ക് ആഹ്ലാദപൂർവ്വം ദിവസവും തിരുവോണ ദിവസങ്ങളായി മാറ്റിയെടുത്ത് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.